ചോദിച്ചാൽ ഉടനെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. രഘു പറഞ്ഞു തുടങ്ങി. അപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും നോക്കി നിൽക്കെയാണ് പോലീസ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ആ സമയം വീട്ടിൽ എൻ്റെ ഭാര്യയും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എത്തുമ്പോഴേക്കും അവർ എൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യുകയും മകളുടെ അടുത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് പൂർണ്ണമായി കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അവർ എന്നെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അന്വേഷണം ആരംഭിച്ചു. ഞാൻ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ലളിത ആത്മഹത്യക്ക് ശ്രമിച്ചത്. കേസ് കൂടുതൽ ശക്തമാകാൻ വേണ്ടി ലളിതയുടെ കാമുകൻ തന്നെയാണ് അവളെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പിന്നീട് മനസ്സിലായി. അപ്പോഴാണ് വീട്ടിൽ നിന്നും ഫോൺ വരുന്നത്, എൻ്റെ മകൾ ചില ഗുളികകൾ കഴിച്ച് അബോധാവസ്ഥയിലാണെന്ന്. ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് ഓടി മകളെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. 3 ദിവസത്തോളം ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വന്നു. പോലീസുകാർ ഇടയ്ക്കിടെ വരുന്നത് കണ്ടപ്പോൾ തല വെട്ടിപ്പൊളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരുടെയും മുന്നിൽ മാനം പോയി. ഞാനും എൻ്റെ ഭാര്യയും മരിച്ചു കളയാമെന്ന് പോലും ആലോചിച്ചു. പക്ഷേ മകനെയും നാട്ടിലുള്ള എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർത്തപ്പോൾ ആ ചിന്ത ഉപേക്ഷിച്ചു. മാനസികമായി ഞാൻ അപ്പോഴേക്കും തകർന്നു പോയിരുന്നു. അവൾ ഡിസ്ചാർജ് ആയതിനു ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. മകളുടെ ഇഷ്ടത്തിന് തടസ്സം നിൽക്കില്ലെന്ന് ഒപ്പിട്ട് നൽകി ഞാനും ഭാര്യയും വീട്ടിലേക്ക് മടങ്ങി. ലളിത അവന് രജിസ്റ്റർ മാരേജ് ചെയ്തു. പക്ഷേ അതൊക്കെ വെറും സാധാരണ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അവൾ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് പുറത്ത് വെച്ച് അവരെ കണ്ടിരുന്നു. അവൻ മദ്യപിച്ച് ലക്കുകെട്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പാർക്കിങ്ങിലൂടെ നടക്കുകയായിരുന്നു. അവനെ വണ്ടിയുടെ പുറകിൽ ഇരുത്തി സ്കൂട്ടിൽ കൊണ്ടുപോവുകയായിരുന്നു അവൾ. അവളുടെ വിധി അതല്ലാതെന്താണ്? ഞങ്ങൾ വീടും ആ പരിസരവും ഒക്കെ മാറി ഇപ്പോൾ വെറും ചവങ്ങളെ പോലെയാണ് കഴിയുന്നത്. ഏത് ചടങ്ങുകൾക്ക് പോയാലും എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒന്നു തന്നെയാണ്, എന്താ രഘു, നീ ഇത്ര കഷ്ടപ്പെട്ട് നിൻ്റെ മകളെ ഡോക്ടറാക്കിയിട്ട് അവൾ മറ്റൊരു ജാതിക്കാരനെ കല്യാണം കഴിച്ചല്ലേ എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ എങ്ങോട്ടും പോകാത്തത്. രഘു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. നിലവിൽ സാമ്പത്തിക സഹായമൊന്നും നീ ചെയ്യണ്ട. ആ ചെക്കൻ നല്ലവനാണെന്നും അവൻ പെൺകുട്ടിയെ നന്നായി നോക്കുമെന്നും നിനക്ക് പൂർണ്ണ വിശ്വാസം വന്നാൽ മാത്രം അവൾക്ക് നൽകണമെന്ന് കരുതിയത് അപ്പോൾ നൽകിയാൽ മതി. അല്ലെങ്കിലും അവരെ പ്രകോപിപ്പിച്ച് ഈ പ്രായത്തിൽ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങി നമ്മുടെ മാനം കളയുന്നത് എന്തിനാണ്? സാധ്യമെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ച് നീ തന്നെ മുൻകൈയെടുത്ത് ലളിതമായ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയേക്കൂ. തൽക്കാലം ഇതാണ് എൻ്റെ ഉപദേശം, രഘു പറഞ്ഞു. ആ ചെക്കൻ മോശക്കാരനാണെങ്കിലോ രഘു? കാവ്യയുടെ ജീവിതം അതോടെ തകരില്ലേ എന്ന് ശേഖർ ചോദിച്ചു. രജിസ്റ്റർ സാറിനോട് മാത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് രഘു ധൈര്യം പകർന്നു. നിൻ്റെ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല രഘു. എനിക്കൊരു ജ്യേഷ്ഠനില്ലാത്തതിൻ്റെ കുറവ് ദൈവം നിന്നിലൂടെ നികത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ശേഖർ രഘുവിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. ശരി, നീ പോയി കാവ്യയെ അധികം പേടിപ്പിക്കണ്ട. അവൾക്കൊന്നും അറിയാത്ത പ്രായമാണ്. അവളെ ശാന്തമായി ഉറങ്ങാൻ അനുവദിക്കൂ. അയാൾ വരുമ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, രഘു പറഞ്ഞു. ശരി രഘു, ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് ശേഖർ തൻ്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് യാത്രയായി. അവിടെ ഹാളിലിരുന്ന് കാവ്യ കരയുകയായിരുന്നു. ലക്ഷ്മി അടുക്കളയിലെ ഡൈനിങ് ടേബിളിൽ തല ചായ്ച്ച് കിടക്കുകയായിരുന്നു. രഘു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശേഖർ ലക്ഷ്മിയെ കൃത്യമായി ധരിപ്പിച്ചു. അതായത് എന്താണെന്ന്, നമുക്കിഷ്ടമില്ലാഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ പോലെ ഇരിക്കണമെന്നാണോ? ഇത്രയും വർഷം വളർത്തിയ മക്കളെ അവർ വഴി തെറ്റുമ്പോൾ ശാസിച്ച് നേർവഴിക്ക് നടത്താനുള്ള അധികാരം പോലും മാതാപിതാക്കൾക്കില്ലേ എന്ന് പറഞ്ഞ് അവൾ വിതുമ്പി. ഇല്ലെന്നാണ് നിയമം പറയുന്നത് ലക്ഷ്മി. അവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. നിയമപരമായി അവർ വിവാഹിതരായി കഴിഞ്ഞു. നമ്മളിതിനെ തടയാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അവർ പോലീസിനെ സമീപിച്ചേക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ മാനം പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പടികൾ കൂടി കയറണോ? അവൾ അവിടെ തന്നെ ഇരുന്നു. കുട്ടികൾ രണ്ടുപേർക്കും അവൾ ഭക്ഷണം വിളമ്പി. ചുണ്ടിന് വേദന ഉണ്ടായിട്ട് കാവ്യ അല്പം കഞ്ഞി മാത്രം കുടിച്ച് സങ്കടത്തോടെ പോയി കിടന്നു. ശേഖറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ലക്ഷ്മിയും അല്പം ആഹാരം കഴിച്ചു. മനസ്സ് നിറയെ ചിന്തകൾ നിറഞ്ഞ ആ കുടുംബത്തിന് ആ രാത്രി സുഖനിദ്ര അകലെയായിരുന്നു. ഹരി തൻ്റെ ചേച്ചിയെയും അച്ഛനമ്മമാരെയും സങ്കടത്തോടെ നോക്കിയ ശേഷം പോയി കിടന്നു. ഹോസ്പിറ്റൽ ബെഡിൽ ചലനമില്ലാതെ കിടക്കുന്ന അമ്മയുടെ മുന്നിൽ ദേവ് നിൽക്കുകയായിരുന്നു. അവൻ്റെ ആലോചനകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഫോൺ ബെല്ലടിച്ചു. മധുകറായിരുന്നു ലൈനിൽ. ഗ്രാമത്തെ രാഘവൻ നായർ വിവേകിൻ്റെ അമ്മയുമായി ഇന്ന് രാവിലെ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് താമ്പൂലം കൈമാറി. അവർക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതി ശരിയാകില്ലെന്ന് വിവേകിൻ്റെ അമ്മ പറഞ്ഞത്രേ. അതുകൊണ്ട് താമ്പൂലങ്ങൾ കൈമാറി അടുത്ത മാസം 16 വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചു, മതികർ പറഞ്ഞു.
ഉം, ശരി. ആ ഫോട്ടോകൾ കാവ്യയുടെ അച്ഛൻ്റെ വീടിൻ്റെ അഡ്രസ്സിലേക്ക് അയക്കൂ. ഇപ്പോഴേ അയക്കണം, ദേവ് പറഞ്ഞു. ശരി, നമ്മുടെ ആളെക്കൊണ്ട് ഞാൻ അത് അയപ്പിക്കാം എന്ന് മധുകർ മറുപടി നൽകി. അമ്മേ, നിന്റെ ആഗ്രഹം സഫലമാക്കുന്ന സമയം വന്നെത്തിയിരിക്കുന്നു, ദേവ് തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പറഞ്ഞു.